ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. സൗണ്ടൊക്കെ ഏറെക്കുറെ ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കിട്ടാനുണ്ട് കേട്ടോ. ബാക്കി ഇടയ്ക്കിടയ്ക്ക് മാത്രം പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇന്ന് രാവിലെ കറി വെക്കുകയാണ് കേട്ടോ. തേങ്ങയും വെളുത്തുള്ളിയും ചീരുള്ളിയും തക്കാളിയും ഇഞ്ചിയും പുതിനയും ഒക്കെ കൂടെ ഇട്ടിട്ട് അരച്ചിട്ട് ഒരു കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അത് ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് ആ കറി റെഡിയാക്കുന്നത്. അങ്ങനെ തേങ്ങ ഒരു അരച്ചളപ്പിച്ച കറി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കറിയാണ്. പിന്നെ അതിൻ്റെ അടുക്കത് ആ ദോശയും ചുട്ട് എടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ അങ്ങ് ഈ ഒരു അടുപ്പിൽ തന്നെ തീ അങ്ങ് കത്തിച്ചിട്ട് അവിടെ തന്നെ എല്ലാം അങ്ങോട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അന്ന് വേറെ സംഭവം കൂടെ ഉണ്ട്. പച്ചരിയൊക്കെ ഒന്ന് കഴുകി ഉണക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ മുകളിലേക്ക് പോകണം. അപ്പോൾ ഇങ്ങനെ വേഗം തന്നെ ഇവിടെ അങ്ങോട്ട് തീ പിടിപ്പിച്ചിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങ് തീർക്കുകയാണ്. പിന്നെ ഐസിനെ സ്കൂളിലേക്ക് കൊണ്ടാക്കി കൊടുക്കാനും ഉണ്ട് കേട്ടോ. സ്കൂൾക്കല്ല, നമ്മൾ റോഡ് വരെ കൊണ്ടാക്കാനൊക്കെ ഉണ്ട്. അതിൻ്റെ അടുക്ക് ധോനി ചെടി നനക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അങ്ങനെ നനക്കുമ്പോൾ എനിക്കുവാണെന്ന് പറഞ്ഞിട്ട് പൈപ്പൊക്കെ പിടിച്ച് വലിച്ച് വാങ്ങിയിട്ട് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നനക്കണത് വൈതനക്കും ഒരു വെണ്ടയുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെയാണ് നനച്ചു കൊടുക്കുന്നത്. പിന്നെ അപ്പുറത്ത് ഞാൻ കുറച്ച് വെള്ളരിൻ്റെ ഇതുണ്ടല്ലോ, വെള്ളരിയല്ല, ഉണ്ടച്ചരങ്ങല്ലേ, അതിൻ്റെ വിത്ത് മുളപ്പിച്ച് കുഴിച്ചിട്ടിങ്ങനെ അതിനും നനച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ഓനൊക്കെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്ന് ടെറസിൻ്റെ മുകളിലൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ അരിയൊക്കെ കഴുകുന്നുണ്ട്. പിന്നെ അതേപോലെ മല്ലി മുളക് അങ്ങനത്തെ ഒക്കെ കഴുകാനുണ്ട് കേട്ടോ. അപ്പം അത് അവിടെ കഴുകിയിട്ട് ഇവിടുത്തെ ഇതിലാണ് കേട്ടോ കഴുകണത്. അടിയിൽ നിന്നല്ല കഴുകി കൊടുന്ന് മുകളിൽ തന്നെ ഇട്ടിട്ട് കഴുകിയിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് ഉണക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പച്ചരി ഇതാ ഒന്ന് വിരിച്ചിട്ട് അതിൽ ഇതാ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. മുകളിൽ നിന്ന് ഞാൻ അടിക്ക് നോക്കുമ്പോൾ ഒരു നായ്ക്കുട്ടൻ അത് അവിടെ ഇരുന്നിട്ട് നമ്മൾ വേസ്റ്റൊക്കെ ഇടുന്ന ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ ചിക്കി തിന്നണുണ്ട്. അങ്ങനെ എല്ലാം കഴുകി നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. വെയിലത്ത് നിന്നിട്ട് തലക്ക് എന്തോ പോലെ, വെയിലത്ത് നിന്നിട്ട് നമ്മൾ വരുമ്പോൾ പിന്നെ ഇവിടെയൊക്കെ കാണുമ്പോൾ ഒരു വേറെ എന്തൊക്കെയോ കളറ് കാണുന്ന പോലെ കേട്ടോ. ഒന്നും ഒരു തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നില്ല. നല്ല വെയിലാണ്. വെയിലാവണതിന് മുന്നേ ഇടണം എന്ന് വിചാരിച്ച് നിന്ന് സമയം അങ്ങനെ പോയിട്ടാണ്. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറികളെ പരിപാടിയാണ്. പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സാമ്പാറാണ് കേട്ടോ. പപ്പടും സാമ്പാറും പിന്നെ മീൻ പൊരിക്കാനും അങ്ങനത്തെ ചെറിയ പണികളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ക്ലീനിങ്ങും നടത്താനുണ്ട് കേട്ടോ, തുറക്കാനും അടിക്കാനും. അപ്പോൾ ഓരോരുത്തരും ഓരോന്നിനും അങ്ങനെ നിൽക്കുകയാണ്. പപ്പടം പൊരിക്കുന്ന പണിയൊക്കെ സിമ്പിളായതുകൊണ്ട് അത് ഞാനാണ് എടുക്കുന്നത് കേട്ടോ. പപ്പടം പൊരിച്ചെടുക്കണതൊക്കെ ഇപ്പോൾ കുറേ ആൾക്കാർ അതിലേക്ക് വീഡിയോ ഇടയിലില്ലേ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അറിയണവരൊക്കെ ആദ്യം നമ്മളെ വീഡിയോ കണ്ടവർക്കൊന്നും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പോകണില്ല. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഡെയിലി ഇടുന്ന ആൾക്കാരാണെങ്കിൽ അതെന്നും ഇടുക, പിന്നെ കുറച്ച് ദിവസം ഇട്ടിട്ട് പിന്നെ കുറച്ച് ദിവസമൊക്കെ ഇടാതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ പോകില്ല കേട്ടോ അവർക്കൊന്നും. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കണത്. ആർക്കും കാണി എത്ര വീഡിയോ ഞാൻ ഇടുന്നുണ്ട് 3 ദിവസം കൂടുമ്പോഴും 2 ദിവസം കൂടുമ്പോഴൊക്കെ, അല്ലെങ്കിൽ വലിയ ഷോർട്സ് ഒരു 5-6 ദിവസം കഴിയുമ്പോഴും അങ്ങനെയാണ് ഇടയിൽ. പണ്ടത്തെ പോലെ എന്നൊന്നും വീഡിയോ ഒന്നും ചെയ്യലില്ല. അതുകൊണ്ടാണ് ആർക്കും നോട്ടിഫിക്കേഷൻ പോവാത്തത്. അപ്പോൾ വീഡിയോ ഒക്കെ ഇടണവർ എപ്പോഴും ഇട്ടുകൊണ്ട് നിൽക്കട്ടോ. അങ്ങനെ ഇതാ മീൻ ഇവിടെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതാ സാമ്പാർ ഇവിടെ കഷ്ണങ്ങളൊക്കെ വേവിച്ച് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് കട്ടിക്കാക്കി നല്ല കളറാക്കി എടുക്കണം, അതിനുള്ള പരിപാടികളാണ്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് എന്തൊക്കെ ഉലുവ കടുകോ എന്തൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഉലുവപ്പെടുന്നുള്ളൂ അല്ലേ. അങ്ങനെ ഉലുവയും കടുകും അങ്ങനെയൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ്. കടുകാണെന്ന് ആദ്യം പൊട്ടിച്ചെടുക്കണം കേട്ടോ. അഞ്ഞ് ഉലുവ അങ്ങനെയാണ് സ്റ്റെപ്പായിട്ട് ഓരോന്നും ഇടണമല്ലോ. പിന്നെ എൻ്റെ അടുത്തത് കറിവേപ്പില ഇക്കാരം. അങ്ങനെ ഓരോന്ന് ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ. മല്ലിപ്പൊടി സാമ്പാർ പൊടിയൊക്കെ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല കുറുകിയ കറിയാവും, നല്ല ചൊയയും മണും ടേസ്റ്റൊക്കെ ആയിക്കാരട്ടെ അതിന്. അങ്ങനെ സാമ്പാറും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇടുന്നവർ എന്നും വീഡിയോ ഇട്ടുകൊണ്ട് എന്നാലാണ് നോട്ടിഫിക്കേഷന് എല്ലായിടത്തേക്കും പോവുക. പിന്നെ ഞാൻ വീഡിയോ ഇടണി എന്ന് ചോദിച്ചാലും ഇടുന്നുണ്ട് കേട്ടോ. ഇടാതിരിക്കണമൊന്നുമില്ല, എപ്പോഴെങ്കിലും ഇടുമല്ലോ. പണ്ടത്തെ ആവേശമൊന്നുമില്ല. പിന്നെ വെണ്ടക്ക നമ്മൾ ഇപ്പോഴാണ് വേവിച്ചെടുക്കണത്. കൊഴുപ്പായി പോവണ്ട വിചാരിച്ചിട്ടാണ് കറിയിലിട്ടിട്ട്. അങ്ങനെ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ എന്തെങ്കിലും കറി നമുക്ക് ഇഷ്ടപ്പെട്ട കറിയൊക്കെയാണ് നമ്മളോട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിശക്കും. അങ്ങനെ സാമ്പാർ പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഗ്യാസും വെച്ചിട്ടാണ് കേട്ടോ പൊരിച്ചെടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് ഒരു കാബേജ് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പേരി, സാമ്പാർ, മീൻ പൊരിച്ചത്, പപ്പടം എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ പുതിയത് ഏതെങ്കിലും കൂട്ടുകാർ ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവരും ലൈക്കും കമൻറ്റും ഒന്നും തരാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടിട്ട് പോവുക, വീഡിയോ മാത്രം കണ്ടിട്ട് പോവരുത്. അപ്പോൾ ഈ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ കുറേ മുന്നെടുത്ത് വെച്ചാണ് കേട്ടോ. നമുക്ക് ഒന്നല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും വയ്യായിട്ടുണ്ടാവും, ഒന്നുകിലെ കുട്ടിക്ക് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആയിട്ട് ഇടാൻ പറ്റാതായതാണ് കേട്ടോ.
പിന്നെ അങ്ങനെ ഇടാൻ തോന്നൂല. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോക്കിന് പിന്നെ എഡിറ്റ് ചെയ്യാനും വോയിസ് ആയിരിക്കും. വലിയതായിട്ടൊന്നും എഡിറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, ജസ്റ്റ് വോയിസ് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ തോന്നൂല അങ്ങനെ വരുമ്പോക്കിന്. അങ്ങനെയാണ് പിന്നെ വീഡിയോ ഒക്കെ ഇങ്ങനെ കുറേ മുന്നത്തൊക്കെ ഇപ്പോഴേണ്ടി വരുന്നത് കേട്ടോ. അത് കുറച്ച് ദിവസം മുന്നത്തതാണ്. അപ്പം പിന്നെ ഇതാ കറിയൊക്കെ റെഡിയായി. പിന്നെ അതിന് ശേഷം ഞങ്ങളിതാ ചോറൊക്കെ കഴിച്ചു, എല്ലാ കറികളും എടുത്തുവച്ചു. അൽഹംദുലില്ലാഹ് ഇന്നത്തെ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ വരെ എല്ലാവർക്കും ബായ്.